ഇന്നലെയാണ് ഞാൻ ഇങ്ങനൊരു വാർത്ത കണ്ടത്. അതായത് തമിഴിലെ ഒരു മികച്ച നടനാണ് ജയ് എന്ന് പേരുള്ള വിജയുടെ രൂപസാദൃശ്യമുള്ള വിജയുടെ അനിയനൊക്കെ ആയിട്ട് അഭിനയിച്ച ഒരു നടൻ. ഈ നടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ക്ഷേത്രങ്ങളിൽ പോയപ്പോൾ വളരെയധികം അപമാനങ്ങൾ നേരിട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇൻസൾട്ടിങ് ഉണ്ടായി. ഒടുവിൽ മുസ്ലിം പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സമത്വവും സഹാനുഭൂതിയും സ്നേഹവുമാണ് അനുഭവപ്പെട്ടത്. അങ്ങനെ ഞാൻ മതം മാറിയെന്നായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു നടനെ ആകർഷിപ്പിച്ചൊരു ഘടകം, അതായത് ഈ നടൻ 2011 കാലയളവിൽ അദ്ദേഹത്തിന് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ആ ക്ഷേത്ര ആചാരത്തിനോടൊപ്പം അവിടെ ഒരു നടനാണ് ചെല്ലുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും പിന്നെ എന്തൊക്കെയോ ചില പേഴ്സണൽ ദുരനുഭവങ്ങളൊക്കെ ഈ മനുഷ്യർക്ക് ഉണ്ടായത്രേ. അപ്പോൾ ഈ മനുഷ്യർക്ക് അവിടെ ഒരു പീസ്ഫുൾ ആയ അന്തരീക്ഷം കിട്ടുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതെങ്ങനെയാണ് മുസ്ലിം പള്ളിയിൽ ചെന്നാൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഇദ്ദേഹം മുസ്ലിം പള്ളിയിൽ പോയി. മുസ്ലിം പള്ളിയിൽ പോയപ്പോൾ അവിടെ ആരും ഇയാളെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇദ്ദേഹം ഒരു നടനാണ്, തമിഴ്നാട്ടിലെ നടനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ നമസ്കാരം, ആ ഒരു ഭക്തി, അവിടെ താഴ്ന്നവനെന്ന ജാതി എന്തൊന്നും ഇല്ലല്ലോ, എല്ലാ മനുഷ്യരും ഒരേപോലെ സെഫിട്ട് നിൽക്കുന്നു. മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു സഹാനുഭൂതിയും സ്നേഹവും സമത്വവും ഈ മനുഷ്യനെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവിടെ പിന്നെ ആളുകൾ സെൽഫി എടുക്കാൻ വന്നത് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. പള്ളിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഈ പരിപാടിയില്ല. അപ്പോൾ ഈ ഒരു ചിന്തയാണ് ഈ മനുഷ്യനെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ തമിഴ്നാട്ടിലെ ഈ ഒരു നടൻ ജയ് എന്നു പേരുള്ള ഈ നടൻ അജീഷ് ജയ് 2011 തനിക്ക് ഇസ്ലാം മതത്തോട് ഈ സ്നേഹമുണ്ടായതെന്നും താൻ മതം മാറി എന്നുമാണ് ഈ ഒരു നടൻ അവകാശപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? മുസ്ലിങ്ങളിൽ പല ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇസ്ലാം വേറെ, മുസ്ലിം വേറെ. ഇസ്ലാം എന്ന് പറയുന്നൊരു മതത്തിന് ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ അത് മുഴുവനായിട്ട് പ്രകടിപ്പിക്കുന്ന മുസ്ലിങ്ങളെണ്ണം കുറവായിരിക്കും. ആളുകളുടെ പെരുമാറ്റം കൊണ്ടും മറ്റുമാണ് ലോകത്ത് ഇസ്ലാം മത പ്രചരണം നടന്നത്. എന്തായാലും ഈ നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നടൻ്റെ സിനിമ ഉണ്ട്, എങ്കെയും എപ്പോഴും പറഞ്ഞ സിനിമ. ഒരു പ്രത്യേകതര ശബ്ദമാണ്. വിജയ് എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അനിയനായിട്ട് അഭിനയിച്ചത് കൊണ്ട് തന്നെ വിജയിൻ്റെ അനിയൻ എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുക. വിജയിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നടന്. എന്തായാലും അജീഷ് ജയ് എന്ന് പേരുള്ള ഈ നടന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഏത് മതവിശ്വാസികളാണെങ്കിലും എല്ലാ മനുഷ്യർക്കും കേട്ടോ. ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് ഇതിന് പ്രത്യേക ചില ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന് ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. പള്ളിയിൽ പോയപ്പോൾ കിട്ടിയൊരു സമത്വവും സ്നേഹവും മറ്റിടങ്ങളിൽ പോയപ്പോൾ കിട്ടാത്തതെന്തോ അദ്ദേഹത്തിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ചിലർക്ക് നേരെ തിരിച്ചും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പള്ളിയിൽ വന്നിട്ട് ഒരു സമാധാനം കിട്ടാത്തവർക്ക് ബാറിൽ പോയിട്ട് സമാധാനം കിട്ടിയൊരു കഥ എനിക്കറിയാം. പള്ളിയിൽ പോയിട്ട് സമാധാനമില്ല, ബാറിൽ പോയപ്പോൾ അവിടെ എന്തുണ്ട്, അവിടെ നല്ല മനസ്സമായ സന്തോഷം. ചിലവർക്ക് സമാധാനം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ ജിഹാദി എന്ന് വിളിക്കണവരുണ്ടാവും. ഞാൻ അത് പറഞ്ഞു. ഇത് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത പങ്കുവെച്ചു എന്നുള്ളൂ. ഇസ്ലാമിൻ്റെ ഒരു രീതി, സമത്വവും സ്നേഹവും അവരുടെ മതങ്ങളിലുണ്ട്. അത് ഉൾക്കൊണ്ട ആളുകളുടെ പെരുമാറ്റത്തിൽ അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും.